നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് യൂറോപ്പിൽ നിന്നും പുറത്തുവരുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അങ്ങേയറ്റം അപകടകരമായേക്കാവുന്ന ഒരു വാർത്ത. നിർണായകമായ ഒരു പാർലമെന്റ് നടപടിയിലൂടെ സൈനിക സേവനത്തിന് യുവാക്കളെ പ്രേരിപ്പിക്കുന്ന ഒരു ബിൽ ജർമ്മൻ പാർലമെന്റ് പാസാക്കിയിരിക്കുകയാണ്. നിർബന്ധിതമല്ലാത്ത സൈനിക സേവനം എന്നാണ് പറയുന്നതെങ്കിലും അങ്ങനെ ആയിരിക്കില്ല കാര്യങ്ങൾ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. യൂറോപ്പിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായി ജർമ്മനിയെ മാറ്റാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. യൂറോപ്പിലെ ഏറ്റവും ശക്തമായ പരമ്പരാഗത സൈന്യത്തെ സൃഷ്ടിക്കാനുള്ള ചാൻസലർ ഫ്രെഡറിക് മെഴ്സിന്റെ ശ്രമമാണ് ഈ നീക്കത്തിന് പിറകിൽ. ആവശ്യത്തിന് യുവാക്കളെ ലഭിച്ചിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ സൈന്യത്തിൽ ചേർന്നാൽ മതി എന്ന കണ്ടീഷൻ ഒരുപക്ഷെ ജർമ്മനി ഇനി പിന്തുടർന്നേക്കില്ല. നിർബന്ധിത സൈനിക സേവനം നടത്താൻ യുവാക്കളുടെ മേൽ ഭരണകൂടം സമ്മർദ്ദം ചെലുത്തിയേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. നിലവിൽ ലഭ്യമായ വിവരം പ്രകാരം 2026 ജനുവരി മുതൽ ജർമ്മനിയിലെ 18 വയസ്സ് തികഞ്ഞ എല്ലാ കുട്ടികൾക്കും സായുധ സേനയിൽ ചേരാൻ താൽപര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ചോദ്യാവലി അയക്കും. പുരുഷന്മാർക്ക് ഈ ഫോം പൂരിപ്പിക്കുക എന്നത് നിർബന്ധമാണ്. എന്നാൽ സ്ത്രീകൾക്ക് വേണമോ വേണ്ടയോ എന്ന് സ്വമേധയാ തീരുമാനമെടുക്കാൻ കഴിയും. ജർമ്മൻ പാർലമെന്റായ ബുൾഡെസ്ടാഗ് ആണ് കഴിഞ്ഞ ദിവസം ഈ ബിൽ പാസാക്കിയത്. എവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന ഭയത്തിലാണ് ജർമ്മൻ നിവാസികളും യൂറോപ്യൻ രാജ്യങ്ങളും. വർഷങ്ങളായി, എന്തിന് ദശകങ്ങളായി സമാധാനത്തിൽ കഴിഞ്ഞിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ചും ജർമ്മൻ നിവാസികൾ, അതായത് 18 വയസ്സ് ഇപ്പോൾ പൂർത്തിയായ യുവജനങ്ങൾ ഞെട്ടലിൽ തന്നെ. റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ദശകങ്ങൾക്കു ശേഷം യൂറോപ്പിലേക്ക് വീണ്ടും യുദ്ധം എത്തിയിരിക്കുകയാണ്. യൂറോപ്പ് അഥവാ നേറ്റോ അംഗരാജ്യങ്ങൾ നേരിട്ട് ഇടപെട്ട യുദ്ധങ്ങൾ ഈ കാലഘട്ടത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. നിരവധി ഭരണകൂടങ്ങളെ പാശ്ചാത്യ ശക്തികൾ നിഷ്കാസനം ചെയ്തിട്ടുണ്ട്. എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങുന്നതുവരെ ആ സംഘർഷങ്ങളൊന്നും യൂറോപ്പിനെ നേരിട്ട് ബാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി. തങ്ങളുടെ അതിർത്തിക്കടുത്ത് റഷ്യൻ കരടി അതിന്റെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അക്രമകാരിയായി നിൽക്കുന്നുണ്ട് എന്ന പൂർണ്ണ ബോധ്യം ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ട്. കഴിഞ്ഞ മാസം 18ഉം 19ഉം വയസ്സുള്ളവർക്ക് 10 മാസത്തെ സ്വമേധയാ തെരഞ്ഞെടുക്കാവുന്ന സൈനിക പരിശീലനം അവതരിപ്പിക്കുന്നതായി ഫ്രാൻസ് വ്യക്തമാക്കിയിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷം വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ സമാന പാതയിലാണ്. തീവ്ര വലതുപക്ഷം യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും ശക്തിയാർജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, പോളണ്ട് എന്നിവയൊക്കെ ഉദാഹരണങ്ങൾ തന്നെ. എന്നാൽ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളെപ്പോലെയല്ല ജർമ്മനി. ജർമ്മനി വ്യത്യസ്തമാകുന്നത് അവരുടെ രക്തരൂക്ഷിതമായ ചരിത്രം കാരണമാണ്. ലോകമഹായുദ്ധങ്ങളെക്കുറിച്ച് പൂരപ്പറമ്പിലെങ്കിലും കേട്ടവർക്ക് അറിയുന്ന ചില പേരുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹിറ്റ്ലറുടേതാണ്. ചാരത്തിൽ നിന്നും അയാൾ ഉയർത്തിക്കൊണ്ടുവന്ന ജർമ്മനിയുടെ കഥകളാണ്. കടുത്ത ജൂതവിരുദ്ധതയുടെയും കൂട്ടക്കൊലകളുടെയും ചോരപ്പാടുകൾ പുരണ്ട പഴയ ജർമ്മനിയുടെ കഥ. തന്റെ ആര്യൻ സുപ്രമസി വാദം കാരണം ജനലക്ഷങ്ങളെ കൊന്നൊടുക്കിയ അന്നത്തെ ജർമ്മനിയെ ആൾക്കാർ ഒരുപക്ഷെ മറന്നു കാണില്ല. ഹിറ്റ്ലർക്ക് മുമ്പ് ഒട്ടോമൻ ബിസ്മാർക്കായാലും പഴയ ജർമ്മനിയുടെ ചരിത്രം അത്ര സുഖകരമല്ല. എന്നാൽ ഇന്നത്തെ, അതായത് 2ാം ലോക മഹായുദ്ധത്തിനു ശേഷം ഇതുവരെയുള്ള ജർമ്മനിയുടെ ചരിത്രം വ്യത്യസ്തമാണ്. അതിൽ നിന്നും ഒരു തിരിച്ചുപോക്കാണോ നിലവിലെ ഭരണകൂടം ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിലവിലെ സാഹചര്യം അല്പം ഭയപ്പെടുത്തുന്നത്. യുദ്ധഭീതി ഉണർത്തിക്കഴിഞ്ഞാൽ തങ്ങളുടെ നിലനിൽപ്പിന് ഭംഗം വരുമെന്ന ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ ജർമ്മനിയുടെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് ഒരുപക്ഷെ നവനാസി മനോഭാവം തന്നെ പുതുതായി ഉയർന്നു വന്നേക്കാം. എന്നാൽ ഇതിനെതിരെ ജർമ്മനിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്, പ്രത്യേകിച്ചും യുവാക്കളുടെ ഭാഗത്തുനിന്നും. മുതിർന്നവർ കൈക്കൊള്ളുന്ന നയങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്ന യുദ്ധത്തിന് ഞങ്ങളുടെ ജീവൻ എന്തിന് ബലി കൊടുക്കണം എന്നാണ് യുവജനങ്ങൾ ചോദിക്കുന്നത്. നൂറുകണക്കിന് ആൾക്കാർ ഒത്തുചേരുന്ന നിരവധി പ്രകടനങ്ങളാണ് യുദ്ധത്തിനെതിരെ, നിർബന്ധിത സൈനിക സേവനത്തിനെതിരെ അവർ പദ്ധതിയിടുന്നത്. ഈ നീക്കത്തിനെതിരെ പ്രതിഷേധിക്കാൻ ജർമ്മനിയിൽ ഉടനീളമുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ 90ഓളം നഗരങ്ങളിൽ പണിമുടക്കുകളിൽ പങ്കുചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നിരവധി യുവ ജർമ്മൻകാർ ഒന്നുകിൽ പുതിയ നിയമത്തെ എതിർക്കുന്നു, അല്ലെങ്കിൽ സംശയാലുക്കളാണ്. യുദ്ധം ഭാവിയിലേക്കുള്ള ഒരു സാധ്യതയും നൽകുന്നില്ല. ഞങ്ങളുടെ ഉപജീവന മാർഗവും നശിപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ അരവർഷം ബാരക്കുകളിൽ പൂട്ടിയിട്ടിട്ട് പരിശീലനത്തിനും അനുസരണത്തിലും പരിശീലനം നേടി കൊല്ലാൻ പഠിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പ്രതിഷേധങ്ങളുടെ സംഘാടകർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു പ്രസ്താവനയിൽ എഴുതി. ഹാംബർഗിൽ മാത്രം ഏകദേശം 1500 പേർ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. സ്കൂൾ പ്രധാന അധ്യാപകർ മാതാപിതാക്കൾക്ക് ആ ദിവസം കുട്ടികളെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകരുതെന്ന് മുന്നറിയിപ്പ് നൽകി. കഴിയുന്നത്ര കാലം സൈനിക സേവനം സ്വമേധയാ ഉള്ളതായിരിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു.
എന്നാൽ 2027 ജൂലൈ മുതൽ 18 വയസ്സ് തികഞ്ഞ എല്ലാ പുരുഷന്മാരും സൈനിക സേവനത്തിലുള്ള അവരുടെ യോഗ്യത വിലയിരുത്തുന്നതിന് ഒരു മെഡിക്കൽ പരിശോധന നടത്തേണ്ടിവരും. ആക്രമണമുണ്ടായാൽ ആരാണ് പ്രാപ്തരെന്നും ആരാണ് കഴിവുള്ളതെന്നും നിർണ്ണയിക്കുന്നതിനു വേണ്ടി സമയം പാഴാക്കാതിരിക്കാനാണത്രേ ഇത്. പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസ് പറയുന്നു. ജർമ്മനിയുടെ സൈന്യമായ ബുണ്ടസ്വെഹറിൽ നിലവിൽ ഏകദേശം 1,82,000 സൈനികരുണ്ട്. അടുത്ത വർഷത്തോടെ 20,000 സൈനികരെ കൂടുതലായി കൊണ്ടുവരാനാണ് പിസ്റ്റോറിയസ് ആഗ്രഹിക്കുന്നത്. 2030കളുടെ തുടക്കത്തിൽ ഇത് 2,60,000 ഉയർത്തുക എന്നതാണ് പ്രതിരോധ മന്ത്രി ലക്ഷ്യം വയ്ക്കുന്നത്. പുതിയ നാറ്റോ സേന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ജർമ്മനിയുടെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനുമായിട്ടാണ് ഇത്. ശീതയുദ്ധകാലത്ത് ജർമ്മനിയുടെ പക്കൽ ഏകദേശം 1/2 ദശലക്ഷം വരുന്ന സൈന്യമുണ്ടായിരുന്നു. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ 1990കളിലെ സമാധാന കാലത്ത് ജർമ്മനി തങ്ങളുടെ സായുധ സേനയെ വെട്ടിക്കുറയ്ക്കുകയായിരുന്നു. 2011 മാത്രമാണ് ജർമ്മനിയിൽ നിർബന്ധിത സൈനിക സേവനം അവസാനിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ റഷ്യയിൽ നിന്നുള്ള ഭീഷണികളും ജർമ്മനിയുടെ പരമ്പരാഗത സഖ്യകക്ഷികളായ US-ൽ നിന്നുള്ള കനത്ത സമ്മർദ്ദവും കണക്കിലെടുത്ത് ഫ്രെഡറിക് മൂഴ്സ് ബുണ്ടസ്വെഹറിനെ യൂറോപ്പിലെ ഏറ്റവും ശക്തമായ പരമ്പരാഗത സൈന്യമാക്കി പുനർനിർമ്മിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. ശീതയുദ്ധാനന്തരം റഷ്യയും ചൈനയും വൻ ശക്തികളായി അടുത്ത കാലത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ മാതൃരാജ്യവുമായി ചേർന്ന് റഷ്യ, ചൈന, ഇന്ത്യ അച്ചുതണ്ടും അതിന്റെ രൂപീകരണത്തിന്റെ പ്രാരംഭ ദിശയിലാണ്. പാശ്ചാത്യ സാമ്പത്തിക ശക്തിയുടെ പ്രതിരൂപമായ അമേരിക്കൻ ഡോളറിന്റെ അപ്രമാദിത്യം തടയാനുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് ബ്രിക്സ് സഖ്യം. എല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ കാര്യങ്ങൾ അത്ര സുഖകരമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം എല്ലാ യുദ്ധങ്ങളും സമ്പത്തിനും അധികാരത്തിനും വേണ്ടിയുള്ളതായിരുന്നു. ഇതുവരെ കൈയടക്കി വെച്ചിരുന്ന സമ്പത്തും അധികാരങ്ങളും കൈവിട്ടു പോകുമ്പോൾ ശക്തന്മാർ എങ്ങനെ പ്രതികരിക്കും എന്ന് കണ്ടുതന്നെ അറിയണം. മലയാളി വാർത്ത പ്ലസ്.